പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ രായമംഗലം പഞ്ചായത്തിൽ വളയഞ്ചിറങ്ങര മൃഗാശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. ഇത്തവണ ഞങ്ങൾ പദ്ധതിയിലല്ലാതെ കഴിഞ്ഞ വർഷം മാറ്റിവെച്ചോ കുറച്ച് തുക നമ്മുടെ ഗവൺമെന്റ് പദ്ധതി കൂടെ ചേർത്ത് 8 കോടിയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതി ഞങ്ങളിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ട് അതിനൊരു എഗ്രിമെന്റ് നമ്മളിപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൽ തന്നെയുള്ള ഇൻഷുറൻസ് കമ്പനിക്ക് ഞങ്ങൾ അതിപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ടെൻഡർ നടപടിയിലേക്ക് പോകുന്നത്. അപ്പോൾ 8 കോടി രൂപ നമുക്ക് അതിനുവേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചു. കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ കഴിഞ്ഞ വർഷം അവസാന ഘട്ടത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 52 കോടി രൂപ തരാമെന്നാണ് കേന്ദ്രം പറഞ്ഞത്. ഇവിടുത്തെ നമ്മുടെ അക്കൗണ്ടും ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം 52 കോടി രൂപ കേന്ദ്രത്തിൻ്റെ വന്നാൽ 40% ഫണ്ട് കേരളം കൂടെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുഴുവൻ പശുക്കളെ കേരളത്തിൽ 3 വർഷം കൊണ്ട് ഇൻഷുറൻസ് ചെയ്യുവാനുള്ള പദ്ധതിക്കും തുടക്കപ്പെട്ടു. ഇപ്പം കർഷകരെ തന്നെ ഇൻഷുർ ചെയ്യുന്ന തരത്തിലേക്ക് പുതിയ പദ്ധതി നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പദ്ധതിയിൽ കേരളത്തിലെ മിൽമയാണ് കുറച്ച് പണം ചെലവഴിക്കുന്നത്. കേരളത്തിൽ അതോടൊപ്പം തന്നെ ക്ഷീരക്ഷേമനിധി ബോർഡ് പണം ചെലവഴിക്കുന്നുണ്ട്. ഗവൺമെൻറ് 1.5 കോടി രൂപ നമ്മുടെ ക്ഷീരവികസന വകുപ്പ് 1.5 കോടി രൂപ 3 കോടിയാണ് മാറ്റിവെച്ചത്. 50% മാറ്റിയപ്പോൾ 1.5 കോടി രൂപ മാത്രമേ. ഇത് ചേർത്തുകൊണ്ട് പരമാവധി ക്ഷീരകർഷകന് ഒരു അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കിടന്നാൽ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെ കർഷകന് കിട്ടത്തക്കത്. ഒരു കർഷകൻ ആക്സിഡന്റിൽ മരിച്ചാൽ അവർക്ക് 7 ലക്ഷം രൂപ വരെ തരുന്ന രീതിയിലാണ് ഇത്തവണ ഇൻഷുറൻസ് പദ്ധതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പശുക്കൾക്കും ഇൻഷുറൻസ് ഉണ്ട്, നമ്മുടെ കർഷകർക്കും ഇൻഷുറൻസ് കൊടുക്കുക. 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ കന്നുകാലികളെയും ഇൻഷുറൻസ് പരിരക്ഷയുടെ പരിധിയിൽ കൊണ്ടുവരുന്ന പദ്ധതി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. എൽദോസ് കുന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ വെങ്ങോല പഞ്ചായത്ത്, തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തുകൾക്കും ഉപയോഗപ്രദമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 8 മാസം കൊണ്ട് ടാക്സ് അടക്കം 33 ലക്ഷം രൂപയോളം വിനിയോഗിച്ചിട്ടാണ് 40 ലക്ഷം രൂപയുടെ ഭരണാനുമതി ഉണ്ടെങ്കിലും നമുക്കതിൽ താഴെ മനോഹരമായിട്ട് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. 40 ലക്ഷം രൂപ വിനിയോഗിച്ച അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച മൃഗാശുപത്രി കോംപ്ലക്സിൽ ഡോക്ടേഴ്സ് റൂം, ലബോറട്ടറി, ഓപ്പറേഷൻ തിയേറ്റർ, ഇഞ്ചക്ഷൻ റൂം, ടോയ്ലറ്റ് സൗകര്യം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറുപ്പമ്പടിയിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രി മൊബൈൽ ഫാം എയ്ഡ് യൂണിറ്റ് ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയകുമാർ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമിത PK, ഡോക്ടർ വിനുജി DK, ഡോക്ടർ രഞ്ജു ആന്റണി, കോപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AT അജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമി വർഗീസ, ശാരദ മോഹൻ, കോപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ, രായമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ്, വാർഡ് മെമ്പർമാരായ ജോയ് പൂണേലി, അഡ്വക്കേറ്റ് രമേശ് ചന്ദ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. Bobby Chamanur International Jeweler.